35 ആയത്തിലെ വ്യാകരണ നിയമങ്ങളും അതിലെ വാക്കർത്ഥവുമാണ് ഇന്നലെ വിശദീകരിച്ചിരുന്നത്. ഇനി അതുപോലെ 146-ാമത്തെയും 147-ാമത്തെയും വചനങ്ങളെ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين. കഴിഞ്ഞ ആയത്തിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ അടുക്കൽ എല്ലാ ദൃഷ്ടാന്തവുമായി നീ ചെന്നാൽ പോലും അവർ നിന്റെ ഖിബലയെ പിന്തുടരുകയില്ല. നീ അവരുടെ ഖിബലയെ പിന്തുടരുന്നവരുമല്ല, അവരിൽ ചിലരുടെ ഖിബലയെ പിന്തുടരുന്നവരുമല്ല. അറിവിൽ നിന്ന് നിനക്ക് വന്നു കിട്ടിയതിനു ശേഷം നീയെങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയെങ്കിൽ നിശ്ചയമായും അപ്പോൾ നീ അക്രമികളിൽ പെട്ടവൻ തന്നെയായിരിക്കും എന്ന ആയത്താണ്. വലയിൻ അസീതല്ലദീന ഊതുൽ കിതാബ്. അതിനെ തുടർന്നുകൊണ്ട് അല്ലദീന ആതൈനാഹുമുൽ കിതാബ, അല്ലദീന യാതൊരു കൂട്ടർ, ആതൈനാഹും അവർക്ക് നാം നൽകിയിരിക്കുന്നു, അൽ കിതാബ വേദഗ്രന്ഥത്തെ. ആ കൂട്ടർ യഅരിഫൂനഹു അദ്ദേഹത്തെ അവർ അറിയും, കമാ യഅരിഫൂന അവർ അറിയുന്നത് പോലെ, അബ്നാഅഹും അവരുടെ മക്കളെ, വഇന്ന ഫരീഖൻ നിശ്ചയമായും ഒരു വിഭാഗം, മിൻഹും അവരിൽ നിന്ന്, ലയക്തുമൂന അവർ ഒളിച്ചു വെക്കുക തന്നെ ചെയ്യും, അൽ ഹഖ സത്യത്തെ, വഹും യഅലമൂൻ അവരാകട്ടെ അറിയുന്നതാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അദ്ദേഹത്തെ അറിയുന്നതാണ്. നിശ്ചയമായും അവരിൽ നിന്ന് ഒരു വിഭാഗം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ യഥാർത്ഥം ഒളിച്ചു വെക്കുന്നു. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അൽ ഹഖു മിർ റബ്ബിക യഥാർത്ഥം നിന്റെ റബ്ബിങ്കിൽ നിന്ന് അത്രേ ലഭിക്കുന്നത്. ഫലാ തകൂനന്ന അതിനാൽ നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, ഫലാ തകൂനന്ന ആകയാൽ തീർച്ചയായും നീ ആയിത്തീരരുത്, മിനൽ മുംതരീൻ സന്ദേഹപ്പെടുന്നവരിൽ, സംശയാലുക്കളിൽ. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ യഥാർത്ഥം നിന്റെ റബ്ബിങ്കിൽ നിന്നത്രേ ലഭിക്കുന്നത്. അതിനാൽ സന്ദേഹപ്പെടുന്നവരെ, സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ തീർച്ചയായും നീ ആയിത്തീരരുത്. അപ്പോ അല്ലദീന യാതൊരു കൂട്ടർ എന്ന് പറയുമ്പോൾ ഇസ്മ മൗസൂലാണ് അല്ലദീന. അവിടെ അത് മുബത്തദ ആയിട്ടാണ് തുടങ്ങുന്നത്. അതിന് മുമ്പ് പറഞ്ഞതിലെ അത് ചേരുന്നില്ല. അല്ലദീന ഇസ്മ മൗസൂല. ആതൈനാഹും അവർക്ക്
നാം നൽകിയിരിക്കുന്നു. ആതൈന ആത യുതി ആതൈന ആതൈന നാം നൽകിയിരിക്കുന്നു. ആതൈ അത് ആതൈ എന്നത് ഫിഅൽ മാദിയാണ്, സുക്കൂനിൽ മബ്നിയാകുന്ന. നാ എന്ന ളമീറാണ്. സുക്കൂനിൽ മബ്നിയാകുന്ന ളമീറാണ്, റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു. കാരണം അത് ഫാഇലാണ്. ആതൈനാ ഹും എന്ന ളമീർ, ആതൈനാ ഹും വീണ്ടും ഒരു ളമീർ വരികയാണ്. സുക്കൂനിൽ തന്നെ മബ്നിയാകുന്ന ളമീറാണ്. പക്ഷെ അത് നസ്ബിന്റെ സ്ഥാനത്താണ് വരുന്നത്. കാരണം മഫ്ഊൽ ബിഹിയാണ്. കാരണം ആതൈന നാം നൽകി, ആർക്ക്? ഹും അവർക്ക്. അപ്പോ അവർക്ക് എന്ന് പറയുമ്പോൾ അത് മഫ്ഊൽ ബിഹി ആകുന്നത് കൊണ്ട് തന്നെ അത് നസ്ബിന്റെ സ്ഥാനത്താണ്. അൽ കിതാബ ഗ്രന്ഥത്തെ, വേദഗ്രന്ഥത്തെ എന്നർത്ഥം. അത് രണ്ടാമത്തെ മഫ്ഊൽ ബിഹി ആയിട്ട് വരുന്നു. മഫ്ഊൽ ബിഹി താനി മൻസൂബ്. الذين آتيناهم الكتاب يعرفونه അതിനെ അവർ അറിയുന്നു. يعرفونه عرف يعرف يعرفون جمع يعرفونه. يعرفون എന്ന് പറയുമ്പോൾ ഫിഅൽ മുദാരി മർഫൂആണ്. يعرفو അത് പിന്നെ വാവുൽ ജമാഅത്ത് വാവുൽ ജമാഅത്ത് എന്താണ്? ളമീർ مبني على السكون في محل رفع فاعل. يعرفونه هو അതിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ. അതെന്താണ്? ളമീർ مبني على الضم في محل نصب لا مفعول به. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. كما يعرفون ك حرف جر. ما حرف مصدرية. كما يعرفون അവർ അറിയുന്നത് പോലെ. يعرفون فعل مضارع مرفوع. كما يعرفون أبناءهم. أبناءهم
അവരുടെ പുത്രന്മാരെ, അബ്നാ പുത്രന്മാർ, ഇബ്നുൻ ജമ് അബ്നാ, ഇബ്നിന്റെ ജമ് ആണ് അബ്നാ. അബ്നാ എന്ന് പറയുമ്പോൾ മഫ്ഊൽ ബിഹി മൻസൂബ്. ഹും അവരുടെ മക്കൾ എന്ന് പറയുമ്പോൾ അത് വമീർ മബ്നിൻ അല സുക്കൂൻ ഫി മഹല്ല് എന്തായിരിക്കും? ഈ മഹല്ല് അബ്നാഅഹും അവരുടെ മക്കൾ എന്ന് പറയുമ്പോൾ വമീർ മബ്നിൻ അല സുക്കൂൻ ഫി മഹല്ല് മഹല്ല് ജറായിരിക്കും. കാരണം അത് മുളാഫ് ഇലൈഹി ആവുന്നത് കൊണ്ട്. വല്ലദീന ആതീനാഹുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും وإن فريقا منهم وإن وإن فريقا നിശ്ചയമായും ഒരു വിഭാഗം. ഇവിടെ വാവ് അത്ഫല്ല, ഒരു വാവ് ഹാലിയ അല്ലെങ്കിൽ ഇസ്തിനാഫിയ. ഇങ്ങനെ ഇതില് അവസ്ഥയെ സൂചിപ്പിക്കുക. ഒരു വിഭാഗമാവട്ടെ ലയക്തുമൂനൽ ഹഖ, തീർച്ചയായും അവർ സത്യത്തെ മൂടിവെക്കുക തന്നെ ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ. അതല്ലെങ്കിൽ വഇന്ന ഫരീഖൻ മിൻഹും എന്ന് പറയുമ്പോൾ നിശ്ചയമായും ഒരു വിഭാഗം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ യഥാർത്ഥം ഒളിച്ചു വെക്കുന്നു. കൂടെ അമാനി മൗലവി നൽകിയത് ഇസ്തിനാഫിന്റെ രൂപത്തിലാണ്, ഹാലിയ ആയിട്ടല്ല. അപ്പോ വഇന്ന ഫരീഖൻ മിൻഹും, ഫരീഖൻ ഫരീഖൻ എന്ന് പറഞ്ഞാൽ വിഭാഗം, ടീം എന്നൊക്കെ പറയും. ഫരീഖൻ ഫരീഖൻ എന്ന് നസ്ബ് ചെയ്യപ്പെടാനുള്ള കാരണം അത് ഇസ്മു ഇന്ന. മൻസൂബ്. മിൻഹും അവരിൽ നിന്ന്, മിൻഹും മിൻ മിൻ ഹർഫ് ജർ, ഹും ളമീർ ഹും എന്നത് ഇസ്മു മജ്റൂറായിട്ട് വരുന്നു. ഹും അത് സുക്കൂനിൽ മബ്നിയാണ്. അതിനു മുമ്പിൽ മിൻ എന്ന് വന്നത് കൊണ്ട് തന്നെ അത് ജറിന്റെ സ്ഥാനത്തുമാണ്. ലയക്തുമൂന, ഖതമ യക്തുമു, ഖതമ യക്തുമു. യക്തുമു മറച്ചു വെക്കുന്നു, യക്തുമു മറച്ചു വെക്കുന്നു. യക്തുമൂന അല്ല, യക്തുമൂന അല്ല എന്നത്
ലയക്തുമൂന ലാമു അല്ലാമുൽ മുസഹ്ലഖ അല്ലേ? തൗക്കീദിനു വേണ്ടി യുക്തുമൂന ഫിഅൽ മുളാരി അത് മർഫൂആണ്. നമ്മുടെ വാവിൽ ജമാഅത്തുണ്ട്, അതാണ് അതിന്റെ ഫാഇൽ. അത് റഫ്ഇന്റെ സ്ഥാനത്ത് വരുന്നു. പക്ഷെ ഇത് മൊത്തമായി ഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ് എന്ന് പറയുമ്പോൾ അത് ഇന്നയുടെ ഖബറായിട്ട് വരുന്നു. ഇസ്മ ഫരീഖൻ എന്ന് അത് മൻസൂബാണ്. ലയക്തുമൂന എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മുളാരിയാണ്. അതിൻ്റെതായ ഇഅ്റാബുകളുണ്ട്. പക്ഷേ അതിന്റെ സ്ഥാനം നോക്കുമ്പോൾ ഇന്നയുടെ ഖബറായിട്ടാണ് വരുന്നത്. അപ്പൊ ജുംല മൊത്തമായി എടുക്കുമ്പോൾ അത് മർഫൂആണ്. الحق يكتمون وإن فريقا منهم يكتمون الحق എന്തിനാണ് മറച്ചു വെക്കുന്നത്? സത്യത്തെ. അപ്പൊ الحق مفعول به منصوبا فريقا منهم ليكتمون الحق وهم يعلمون. വഹും യഅലമൂൻ വാവ് വഹും യഅലമൂൻ അവർ അറിഞ്ഞും കൊണ്ട് തന്നെ വാവ് ഹാലിയ. ഹും ളമീർ സുകൂൻ മബ്നിയാണ് ഫി മഹല്ല് വഹും റഫ്ആണ്. കാരണം മുബ്തദ ആയിട്ടാണ്. അതിന് മുമ്പ് പ്രത്യേകിച്ച് വഹും എന്നതിൽ പ്രത്യേകിച്ച് വഹും യഅലമൂൻ അലിമ യഅലം അലിമ അലിമ യഅലമു യഅലമൂന അലിമ യഅലമു യഅലമൂന അവരറിയുന്നു. فعل مضارع مرفوع. الحق الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അദ്ദേഹത്തെ അറിയുന്നതാണ്. നിശ്ചയമായും അവരിൽ നിന്ന് ഒരു വിഭാഗം അവർ അറിഞ്ഞും കൊണ്ട് തന്നെ യഥാർത്ഥം ഒളിച്ചു വെക്കുന്നു. അൽ ഹഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അൽ ഹഖു യഥാർത്ഥം മിർ റബ്ബിക നിന്റെ റബ്ബിങ്കൽ നിന്നത്രേ. അൽ ഹഖു മിർ റബ്ബിക مبتدأ مرفوع من حرف جر ربك നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് റബ്ബിക
റബ്ബിക എന്ന് പറയുമ്പോൾ മിൻ ഹർഫ് ജറാണ്. റബ്ബി അത് ഇസ്മ മജ്റൂറാണ്. ക എന്നത് വമീറാണ്, ഫത്ഹൽ മബ്നിയ. അത് ജറിന്റെ സ്ഥാനത്താണ് വരുന്നത്, കാരണം മുദാഫ് ഇലൈഹി ആയതുകൊണ്ട്. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന. فلا تكونن അതിനാൽ ആകയാൽ തീർച്ചയായും നീ ആയിത്തീരരുത്. ഫല ഫ ഫ ഹർഫ് ഇസ്തിനാഫ്. ല എന്നത് ഹർഫ് നഹി വജസം. ഹർഫ് നഹിയാണ്, ജസ്മിന്റെ ഹർഫാണ്. ലാ അന്നാഹിയ. തകൂനന്ന തകൂന എന്നത് ഫിഅൽ മുദാരിയാണ്. അത് ഫത്ഹിൽ മബ്നിയ. ഈ മഹല്ല് ജസ്മ. പിന്നെ അതിന് ശേഷം വരുന്ന ന എന്ന ഫലാ തകൂനന്ന എന്ന നൂന് അത് ലിത്തൗകീദ്. മിനൽ മുംതരീൻ മിനൽ മുംതരീൻ മതറ യംതുറു അതിൽ നിന്നുണ്ടാകുന്ന അഫ്അല വസ്നാണ്. അംതറ യുംതിറു. അതിന്റെ ഫായിലാണ് മുംതിർ. അതിന്റെ മഫ്ഊലാണ് മുംതർ. മഫ്ഊലാണ് മുംതർ. ഇസ്മു ഫായിലാണ് മുംതിർ. ഇസ്മു മഫ്ഊലാണ് മുംതർ. അപ്പോ അതിന്റെ ഫലാ തകൂനന്ന മിന എന്ന് പറയുമ്പോൾ മിൻ ഹർഫ് ജറാണ്. മുംതർ അൽ മുംതർ. അൽ മുംതർ ആണ് ഞാൻ പറഞ്ഞത്. അത് അംതറ യുംതിറു. മുംതിർ ഇസ്മു ഫായിൽ, മുംതർ ഇസ്മു മഫ്ഊൽ. അതിന് ജമ്മാണ് മുംതറൂന. അതിന് മുമ്പിൽ മിൻ വന്നതുകൊണ്ട് മുംതറൂന എന്നത് മുംതരീന എന്നായി മാറുന്നു, കാരണം ഇസ്മു മജ്റൂറായതുകൊണ്ട്. ഫലാ തകൂനന്ന മിനൽ മുംതരീൻ എന്ന് പറയുമ്പോൾ അൽ മുംതരീൻ അത് ഇസ്മു മജ്റൂറാണ്. ഇനി നമ്മളതിന്റെ വ്യാഖ്യാനം എന്താണ് എന്നത് മനസ്സിലാക്കുക. ഇവിടെ الذين آتيناهم الكتاب يعرف الذين ولئن أتيت الذين أوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين.
വേദഗ്രന്ഥം നൽകപ്പെട്ടവരുടെ അടുക്കൽ എല്ലാവിധ ദൃഷ്ടാന്തവുമായി നീ ചെന്നുവെങ്കിൽ തന്നെയും അവർ നിന്റെ ഖിബലയെ പിന്തുടരുകയില്ല. നീ അവരുടെ ഖിബലയെ പിന്തുടരുന്നവനുമല്ല, അവരിൽ ചിലരുടെ ഖിബലയെ പിന്തുടരുന്നവനുമല്ല. അറിവിൽ നിന്നും നിനക്ക് വന്നു കിട്ടിയതിനു ശേഷം നീ എങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയെങ്കിൽ നിശ്ചയമായും അപ്പോൾ നീ അക്രമികളിൽപ്പെട്ടവൻ തന്നെയായിരിക്കും. അല്ലദീന ആതീനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ തങ്ങളുടെ മക്കളെ അറിയുന്നത് പോലെ അദ്ദേഹത്തെ അറിയുന്നതാണ്. വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. അവരിൽ നിന്ന് ഒരു വിഭാഗം അവർ അറിഞ്ഞും കൊണ്ട് തന്നെ യഥാർത്ഥം ഒളിച്ചു വെക്കുന്നു. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. യഥാർത്ഥം നിന്റെ റബ്ബിങ്കിൽ നിന്നത്രേ ലഭിക്കുന്നത്, അതിനാൽ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തീർച്ചയായും നീ ആയിത്തീരരുത്. ഇതിന്റെ വ്യാഖ്യാനം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശദീകരണം നമുക്ക് വായിക്കാം. ശ്രദ്ധിക്കുക. സത്യവും യഥാർത്ഥവും മനസ്സിലാകാത്തതുകൊണ്ടാണ് വേദക്കാർ ഖിബ്ലയുടെ വിഷയം അനുകൂലിക്കാത്തതെങ്കിൽ അവർക്ക് ദൃഷ്ടാന്തവും തെളിവും ബോധ്യപ്പെടുത്തി കാര്യം മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ യഥാർത്ഥം ശരിക്കും അറിഞ്ഞും കൊണ്ട് കൽപ്പിച്ചു കൂട്ടിയത് മൂടിവെക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നിരിക്കെ അവർക്ക് തെളിവുകൾ കാട്ടിക്കൊടുത്തിട്ട് ഫലമില്ലല്ലോ. എന്നാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ഖിബലയെ തന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുവാൻ കഴിയുമോ? ഇല്ല. യഹൂദികളുടെ ഖിബല ബൈത്തുൽ മഖ്ദിസും ക്രിസ്ത്യാനികളുടേത് കിഴക്ക് ഭാഗവുമാണ്. പിൻപറ്റാമെന്ന് സങ്കല്പിച്ചാൽ തന്നെയും രണ്ടിലൊന്നല്ലാതെ സ്വീകരിക്കുക സാധ്യമല്ല. ഇനി വേദക്കാർ തമ്മിൽ യോജിച്ച് ഒരു കൂട്ടർ മറ്റേ കൂട്ടരുടെ ഖിബല സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? അതും ഉണ്ടാകാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ ഖിബലയുടെ വിഷയത്തിൽ നബിയും വേദക്കാരും തമ്മിൽ ഒരു നിലക്ക് യോജിക്കുന്ന പ്രശ്നമില്ല. അവർ തമ്മിലും യോജിക്കുകയില്ല. അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റിയാൽ നീ അക്രമികളിൽപ്പെട്ടവനായിരിക്കുമെന്നും നീ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിലായി തീരരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ച് പറഞ്ഞത് നബിക്ക് വല്ല ചാഞ്ചല്യവും ഉണ്ടായേക്കാമെന്ന നിലക്കല്ല. വല്ല സന്ദർഭത്തിലും നബി അവരുടെ ഇഷ്ടത്തിനും മോഹത്തിനും വഴങ്ങിയേക്കാമെന്നോ കുറച്ചുകാലം ബൈത്തുൽ മുഖദ്ദിസിനെ ഖിബലയായി സ്വീകരിച്ചതുപോലെ ഇനിയൊരിക്കൽ ഈ കൽപ്പനയിൽ വല്ല മാറ്റവും സംഭവിച്ചേക്കുമെന്നോ മറ്റോ അവർ വ്യാമോഹം വെച്ചുകൊണ്ടിരിക്കേണ്ടതില്ലെന്ന് അവരെ തെര്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉദ്ദേശം. സത്യവിശ്വാസികൾക്ക് ഈ കൽപ്പനയുടെ ഗൌരവം മനസ്സിലാക്കുവാനും അത് ഉതകുന്നു. യഅരിഫൂനഹു എന്ന വാക്കിലെ ഹു എന്ന സർവനാമത്തിന് വമീറിന് അദ്ദേഹത്തെ എന്നും അതിനെ എന്നും അർത്ഥം വരാം. അതുകൊണ്ട് ആ വാക്യത്തിന് രണ്ട് പ്രകാരത്തിൽ അർത്ഥം കൽപ്പിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തെ നബിയെ അവർ അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയും എന്ന്, അതായത് തിരുമേനി അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അദ്ദേഹം കൊണ്ടുവരുന്നതെല്ലാം യഥാർത്ഥമാണ് എന്നൊക്കെ നിസ്സംശയം അവർക്കറിയാമെന്ന് താൽപര്യം. ഈ അർത്ഥമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിരിക്കുന്നതും പരിഭാഷയിൽ നാം കൊടുത്തതും. സംശയലേശം കൂടാതെ അറിയാമെന്ന ഉദ്ദേശത്തിലാണ് മക്കളെ അറിയും പോലെ അറിയാമെന്ന് പറയുന്നത്. ഈ പ്രയോഗം അറബിയിലെന്ന പോലെ വേറെ ഭാഷകളിലും ഇല്ലാതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇതിന്റെ മുമ്പ് പ്രസ്താവിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ആ സർവനാമം കൊണ്ട് നബിയെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കപ്പെടാം. സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാമെന്നും മക്കളെ അറിയുന്നത് പോലെ എന്ന ഉപമയിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നതുമെന്നാണ് ഇതിന് മറുപടി. യഅരിഫൂനഹു എന്നതിന്റെ ഹു എന്ന വമീർ അത് നബിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് അധിക മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തേത് അത് ഖിബലയുടെ കാര്യം അവർക്ക് തങ്ങളുടെ മക്കളെ അറിയാവുന്നത് പോലെ നന്നായി അറിയാം എന്ന്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖിബലയാണ് കഅബ എന്നും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖിബലയായിരിക്കേണ്ടതെന്നും അവർക്ക് ശരിക്കറിയാമെന്ന് സാരം. ഏതാണ്ട് ഇതുപോലെയുള്ള വേറെയും അഭിപ്രായങ്ങളുണ്ട്. എല്ലാം ഒരേ തത്വത്തിൽ തന്നെ കലാശിക്കുന്നവയാകുന്നു. അപ്പൊ രണ്ടഭിപ്രായം പറഞ്ഞത്, ഒന്ന് യഅരിഫൂനഹു അതിനെ അറിയുന്നത് പോലെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയെ അറിയുന്നത് പോലെ, അതല്ലെങ്കിൽ ഖിബലയെ അറിയുന്നത് പോലെ, ഖിബലയെ അറിയുന്നു എന്ന് ഒന്നുകിൽ ഖിബല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതാണ്. പക്ഷേ ഭൂരിപക്ഷം മുഫസ്സിറുകളും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചായാലും ഖിബലയെ കുറിച്ചായാലും വേദക്കാരുള്ള പണ്ഡിതന്മാർക്കാണല്ലോ ആ അറിവുണ്ടായിരിക്കുക. അവരിൽ നിന്നുള്ള വല്ല കേട്ടുകേൾവിയും മാത്രമേ സാധാരണക്കാർക്കുണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരിലുള്ള പണ്ഡിതന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവരിൽ നിന്നുള്ള ഒരു വിഭാഗക്കാർ അറിഞ്ഞും കൊണ്ട് യഥാർത്ഥം മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോ വേദക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ എത്ര തന്നെ ദൃഷ്ടാന്തവുമായി അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നാലും അവർ സ്വീകരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ദൃഷ്ടാന്തങ്ങളോ തെളിവുകളോ ഒന്നുമല്ല ആവശ്യം. അവർക്ക് വിരോധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർപ്പ്, അതുപോലെ തന്നെ അറബികളോടുള്ള എതിർപ്പ്, ഇങ്ങനെ തുടങ്ങി ഇത്തരത്തിലുള്ള അസൂയകളും വിദ്വേഷങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാരണവശാലും ഈ ഖിബില സ്വീകരിക്കുകയില്ല എന്നർത്ഥം. താങ്കൾക്കോ അവരുടെ ഖിബില സ്വീകരിക്കാനായിട്ട് സാധ്യവുമല്ല. അതുപോലെ അവർ തമ്മിലാണെങ്കിലോ തമ്മിൽ ജൂതന്മാർക്ക് ക്രിസ്ത്യാനികളുടെയും ക്രിസ്ത്യാനികൾക്ക് ജൂതന്മാരുടെയും ഖിബിലകൾ സ്വീകരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. അവർ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസത്തിലാകുന്നു. അതുകൊണ്ട് അവരുടെ ഇച്ഛകളെ പിൻപറ്റാൻ പാടുള്ളതല്ല. അവർ എന്തോ ആവട്ടെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഖിബില മാറുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കഅബയിലേക്ക് തിരിയുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് പിൻപറ്റാതെ അവരുടെ ഇച്ഛക്കനുസരിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് അവർ അക്രമികളിൽപ്പെട്ടവനായി തീരും എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പ്രവർത്തിക്കുമെന്ന് അതുകൊണ്ട് ചിന്തിക്കേണ്ടതില്ല. മറിച്ച് അതിന്റെ ഗൗരവം സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അവരെ സംബന്ധിച്ചാവട്ടെ അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് അതിനെക്കുറിച്ച് അറിയാം, നബിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഇങ്ങനെ പ്രവാചകൻ വരുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ അറിയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അതുപോലെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്കറിയാം. എന്നാൽ ഈ സത്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവരിൽ നിന്നൊരു വിഭാഗം ആളുകൾ പ്രവർത്തിക്കുകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അൽ ഹഖ്ഖു മിൻ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ, യഥാർത്ഥം നിന്റെ റബ്ബിങ്കിൽ നിന്ന് അത്രേ ലഭിക്കുന്നത്. അതിനാൽ സന്ദേഹപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തീർച്ചയായും നീ ആയിത്തീരരുത് എന്നാണ് ഈ ആയത്തുകളുടെ അർത്ഥമായി വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് 148 ആയത്താണ്. അതിനെ തുടർന്നുള്ള വചനങ്ങളും ഈ ഖിബലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് 148, 149, 150 വചനങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസുകളിൽ ആ ഭാഗങ്ങളും ഒക്കെ പൂർണ്ണമായും വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ചു പോയ പിഴവുകളും പോരായ്മകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാൻ നാം ചെലവഴിക്കുന്ന സമയവും അതിനുള്ള അധ്വാനവും മനസ്സുകൊണ്ട് അതുപോലെ ശരീരം കൊണ്ടും അതിൽ നാം തയ്യാറാകുന്ന എല്ലാ തയ്യാറെടുപ്പുകൾക്കും അതിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും വിഷമതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും അതിന്റെ പേരിലുള്ള മുഴുവൻ അധ്വാനങ്ങൾക്കും സമയനഷ്ടങ്ങൾക്കുമെല്ലാം അല്ലാഹു തക്കതായ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.